ഇന്ന് വൈകിട്ട് നോക്കിയപ്പോൾ നല്ല വെയിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ജർമ്മനിയുടെ നാട്ടിൻപുറങ്ങളിലൂടെ ഒരു യാത്ര, കാൽനടയായിട്ടൊരു യാത്ര നടത്തി അതൊന്ന് വീഡിയോ പിടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇങ്ങനെ നടക്കുകയാണ്. കുറേ നേരം നടന്നു വീഡിയോ പിടിക്കാതെ. പിന്നീട് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു, ഇങ്ങനെ നടക്കുമ്പോൾ ഒരു വീഡിയോ പിടിച്ചങ്ങോട്ട് ഇതാണ്. നല്ല രസകരമായ കാഴ്ചകൾ കണ്ടില്ലേ. നാട്ടിൻപുറം പോലെ ഒരു സ്ഥലം, കുറേ പുല്ലും അവിടെ എന്തെങ്കിലുമൊക്കെ കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളാണ്. ഇപ്പോൾ കൃഷിയില്ല, പുല്ലായിട്ട് കിടക്കുകയാണ്. അങ്ങനെ അകലെ വിൻഡ് മില്ലൊക്കെ കറങ്ങുന്നുണ്ട്. അങ്ങനെ ഒരു സ്ഥലം, നല്ല നടക്കാനൊക്കെ പറ്റിയൊരു സ്ഥലമായിട്ട്. അത്രയ്ക്ക് അങ്ങോട്ട് തിരക്കുള്ളൊരു സ്ഥലമല്ല, എന്നാൽ വളരെ മനോഹരമായിട്ടുള്ള സ്ഥലമായിട്ട് തോന്നി. അപ്പോൾ വീഡിയോ പിടിക്കുന്നതാണ്. നമ്മളൊക്കെ കൂടുതലൂടെ യാത്ര ചെയ്യാറുള്ളത് സൈക്കിളിലാണ്. അപ്പോൾ ഇന്ന് ഞാൻ നോക്കിയപ്പോൾ വെയിലൊക്കെ ഉണ്ടല്ലോ. കുറേ കാലമായി ഇവിടെ വന്ന പിന്നെ വെയിൽ കൊണ്ടിട്ടില്ല. അപ്പോൾ വിൻ്റർ കഴിഞ്ഞിപ്പോൾ സമ്മറിൻ്റെ സ്റ്റാർട്ടിങ് സ്റ്റേജ് ആയതുകൊണ്ട് വെയിലൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഒന്ന് വെയിലൊക്കെ ഒന്ന് കൊള്ളാം. പക്ഷേ തണുപ്പാണ്. വെയിൽ ഉണ്ടായിരുന്നുണ്ടെങ്കിലും തണുപ്പ് ഭയങ്കരമാണ്. അതുകൊണ്ട് കോട്ടൊക്കെ ഇട്ടിട്ടാണ് നടക്കുന്നത്. പക്ഷേ വെയിലുണ്ട്. ഇപ്പോഴേ സൺസെറ്റ് ആവാറായി. പോക്കുവെയിൽ, പൊന്നുരുക്കും പോക്കുവെയിലിൻ്റെ സാന്നിധ്യമാണ് ഇവിടെയൊക്കെ കാണുന്നത്. ആൾക്കാരൊക്കെ ഇങ്ങനെ സമ്മറൊക്കെ തുടങ്ങിയതുകൊണ്ട് എല്ലാവരും ഹാപ്പിയാണ്. എല്ലാവരും പുറത്തേക്ക് ഇറങ്ങും. ഇവിടെയുള്ള ആൾക്കാർക്ക് എന്ന് പറഞ്ഞാൽ വെയിലൊക്കെ ഭയങ്കര സംഭവമാണ്. അവരത് എൻജോയ് ചെയ്യുന്നതാണ്. അപ്പോൾ അങ്ങനെ ഇറങ്ങി നടക്കുന്ന കുറേ ആൾക്കാർ. മരങ്ങളുടെ മുകളിൽ കിളികൾ ചേക്കേറി തുടങ്ങി. അപ്പോൾ ഇങ്ങനെ വിൻ്റർ കഴിഞ്ഞ സമയമായതുകൊണ്ട് മരങ്ങളിലൊന്നും ഇലകളൊന്നും ഇല്ല. ഇപ്പോൾ ഇലകളും പൂക്കളൊക്കെ വരും. പോകുന്നു. നല്ല ഒരു ശാന്തമായൊരു പ്രദേശമാണിത്. ഇവിടേക്കൊക്കെ ആദ്യമായിട്ട് വരുന്നതാണ്. കുറച്ച് നാളായിട്ടുള്ള വന്നിട്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ പുറത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റാറില്ലായിരുന്നു, കാരണം അത്രയും തണുപ്പിലായിരുന്നു. കുറേ നാൾ സ്നോ ആയിരുന്നു. എന്നാൽ വന്ന സമയത്തേക്കും തണുപ്പ് തന്നെയായിരുന്നു. സ്നോ മാറിയിട്ട് ഇപ്പോൾ ഒരു 1 വീക്ക് ആയിട്ടുള്ളൂ. അപ്പോൾ ഇപ്പോഴേക്കാണ് പുറത്തിറങ്ങാൻ പറ്റിയിട്ടുള്ളത്. ഇതൊക്കെ ഒരു ഫാം ഹൗസ് പോലെ ഒരു ബിൽഡിങ്ങും അതിനോട് ചേർന്ന് കുറേ മൈതാനം പോലത്തെ സ്ഥലം. നമുക്ക് വളരെ ഇൻട്രസ്റ്റ് ഉള്ളൊരു കാര്യങ്ങളാണ് അതൊക്കെ. വേവിക്കണ്ട കിളികൾ എന്തൊക്കെയോ അവരുടെ കാക്കയുടെ പോലെയുണ്ട്. ഇവിടുത്തെ കാക്കയായിരിക്കും ജർമ്മൻ കാക്കകൾ. എന്തായാലും കൊള്ളാം. ഇത് ഇവിടുത്തെ ഒരു ചെറിയൊരു കുളം പോലെ. ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ നാട്ടിലെ വലിയ കുളമായിട്ട് യാതൊരു സാമ്യമില്ലെങ്കിലും നമ്മുടെ നാടിൻ്റെ ആ ഒരു പ്രദേശത്തോടൊരു ഓർമ്മ വരികയാണ്. കുളവും പാടവും അതുപോലത്തെ ഒരു വരമ്പും, വലിയ വരമ്പുണ്ട്, കുളമുണ്ട്. ഒരു കുളമാണ്, അതിൽ കുറച്ച് വെള്ളമുണ്ട്. ഇതൊക്കെ ഒരു തോടായിരുന്നു, ഇത് വെറ്റിക്കെടുക്കുക. ഇതൊക്കെ വെള്ളം ഉണ്ടാവുന്ന ഒരു സമയം ഉണ്ടാവും. വിൻ്റർ സമയത്ത് മഞ്ഞൊക്കെ ആയിട്ട് നല്ലോണം വെള്ളമൊക്കെ ഉണ്ടായിരുന്നുണ്ടാവും. ഇപ്പോൾ അതൊക്കെ സമ്മറിൻ്റെ തുടക്കമായതുകൊണ്ട് പറ്റി. ഞങ്ങളൊന്ന് കടന്നു നോക്കട്ടെ. തോടൊക്കെ പിന്നെ വട്ടം ചേർന്ന് നമ്മുടെ നാട്ടിലുള്ളവർക്ക് തോടൊന്നൊരു വിഷയമുള്ള കാര്യമില്ല. അതെ, നല്ല മനോഹരമായിട്ടുള്ള കുളം. അതിലെന്തോ ഒരു താറാവ് ഇങ്ങനെ നടക്കുന്നുണ്ട്. കണ്ടോ, ചെറിയ താറാവ് നീന്തി നടക്കുന്നുണ്ട്. സൺസെറ്റ് ഇങ്ങനെ സൂര്യൻ ഇവിടെ പറയുകയായി. വളരെ കൊള്ളാം. അതിൻ്റെ അപ്പുറത്തും ഇതേപോലെ ഒരു എന്തോ ഇനി വെള്ളം സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടോ, മഴവെള്ളം നഷ്ടപ്പെട്ടു പോകാതെ ഇവിടെ സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ ഒക്കെ ആയിട്ട് ഉണ്ടാക്കിയിട്ടിരിക്കുന്നതാണെന്ന് തോന്നുന്നു. കൊള്ളാം എന്തായാലും. ഇതിന് തൊട്ടപ്പുറത്തും ഉണ്ട്. കണ്ടില്ലേ, അവിടെ ഇതുപോലൊരു കുളവും ഇതുപോലത്തെ ഉണ്ട്. വെട്ടിയെടുക്കാണ്. ഇതിൽ പിന്നെയും വെള്ളമുണ്ട്.
കൊള്ളാം. ഇവിടെ ഞാൻ വേറൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചു, ഇവിടെ കൂടുതലും മതിലുകളല്ല, അതായത് ഇതുപോലെയുള്ള ഇരുമ്പ് നെറ്റിൻ്റെ വേലികളാണ്. അതാകുമ്പോൾ ഉള്ളിലുള്ള സംഭവങ്ങളെല്ലാം പുറത്തുനിന്നും കാണാം, പുറത്ത് നടക്കുന്നതെല്ലാം കോമ്പൗണ്ടിനകത്തുള്ളവർക്ക് കാണാം. അങ്ങനൊരു ഈ വേലിയാണ് ഇവിടെ കൂടുതലായിട്ടും കാണുന്നത്. നമ്മുടെ അവിടുത്തെ പോലെയുള്ള വേലികൾ കുറവാണ്. ഫ്രണ്ട്ലി കോമ്പൗണ്ട് വാൾ അല്ലെങ്കിൽ ഫ്രണ്ട്ലി കോമ്പൗണ്ട് ബൗണ്ടറി, അതിലേക്ക് കൂടെ എന്തൊരു വെള്ളം ഒഴുകി പോകുന്നുണ്ട്. അതേതോ കമ്പനിയുടെ ഒരു കോമ്പൗണ്ടാണ്. ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ അത് വളരെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ് ഇത് ശാന്തമായൊരു ഏരിയ. ഒരുപാട് ആൾക്കാർ താമസിക്കുന്നുണ്ട്, എന്തൊക്കെയോ സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്. അകലേക്കൊക്കെ കണ്ടില്ലേ, നല്ല കുറേ മരങ്ങളും ഒക്കെ ആയിട്ട്. അകലേക്ക് നോക്കുമ്പോൾ ഒരു ഫോറസ്റ്റ് ഏരിയ പോലെ ഉണ്ടെങ്കിലും അവിടെ എത്തുമ്പോൾ അതൊന്നും വലിയ ഫോറസ്റ്റ് ഒന്നുമല്ല. എന്നാലും നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട്, നല്ല ശാന്തതയുണ്ട്. എന്നാലോ ഹൈവേ പോലെ ഒരുപാട് വണ്ടികൾ പോകുന്നുണ്ട്. യാതൊരുവിധ മലിനീകരണങ്ങളോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇവിടെ കാണാനുമില്ല. നല്ലത്. ഇങ്ങനെ ഇവിടെ അവധി കിട്ടുമ്പോൾ നമ്മൾ ഇപ്പോൾ വന്നതിന് ശേഷം ഇങ്ങനെ ഇറങ്ങി നടക്കാൻ പറ്റിയിട്ടില്ല. കാരണം ഞാൻ പറഞ്ഞില്ലേ, ക്ലൈമറ്റ് തണുത്ത, അത്രയും സ്നോയും തണുപ്പും ചെറിയ മഴയൊക്കെ ആയിട്ടായിരുന്നു. ഇപ്പോഴാണ് ഇങ്ങനെ ഇറങ്ങി നടക്കാൻ പറ്റിയത്. ഇങ്ങനെ ഇറങ്ങി നടക്കുമ്പോഴാണ് മനസ്സിലാക്കുന്നത് ഇത് വളരെയധികം മനോഹരമായിട്ടുള്ളൊരു സംഭവമാണ്. ഒരു 3 മണി 4 മണിയാകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കാണാനും നമ്മുടെ ആ നാടിൻ്റെ ടച്ച് കിട്ടുന്ന തരത്തിലുള്ള കാഴ്ചകൾ ഒരുപാടുണ്ട്. നമ്മൾ നാട്ടിൽ ഇപ്പോൾ ഒരു മസിനഗുഡിയോ അങ്ങനെയുള്ള വയനാടോ ആ ഒരു ഏരിയയിലേക്കൊക്കെ പോകുമ്പോൾ അകലെ കാണുന്ന ഒരു വ്യൂ പോലെയാണ് ഇവിടെ നമുക്ക് തോന്നുന്നത്. ഈ വഴിയും ഇതൊന്നും അതുമായിട്ട് തീരെ സാമ്യമില്ലെങ്കിലും ഇതേപോലെ ഡിഫൻഡറൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഇവിടെ ഡിഫൻഡറൊക്കെ സാധാരണ ഒരു സംഭവങ്ങൾ. അങ്ങനെ അപ്പോൾ ഇപ്പോൾ നമ്മുടെ നാടിൻ്റെ സാമ്യം പറയുമ്പോൾ ഡിഫൻഡറും പറയേണ്ടി വരും. കാരണം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഇത് സർവ്വസാധാരണയായിട്ട് കാണുന്നൊരു വണ്ടിയും മാറിയിട്ടുണ്ട്. ഡിഫൻഡറും ബെൻസിൻ്റെ അങ്ങനത്തെ വണ്ടികളൊക്കെ, ആഡംബര വണ്ടികളൊക്കെ നമ്മുടെ നാട്ടിലിപ്പോൾ കോമൺ ആയിട്ടുണ്ട്. അതുപോലെ ആണ് ഇവിടുത്തെ. എന്തായാലും കൊള്ളാം. മനോഹരമായ ഒരു ഗ്രാമത്തിൻ്റെ എക്സ്പീരിയൻസ് ഇന്ന് കിട്ടി. വളരെ സന്ധ്യയായി. ഇപ്പോൾ സമയം 6:30 ഒക്കെ ആയി തുടങ്ങി. 6 കഴിഞ്ഞു. അപ്പോൾ ഇരുട്ട് വീഴാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനിയുള്ള വിഷ്വൽസ് അങ്ങനെ അത്രയ്ക്കും ക്ലിയർ ആവാൻ സാധ്യതയില്ല. അതുകൊണ്ട് വീഡിയോ പിടുത്തം ഇന്നത്തെ ഞാൻ നിർത്തുന്നു. പിടുത്തം തുടങ്ങിയപ്പോൾ വൈകി, അതുകൊണ്ട് കുറച്ച് ചെറിയൊരു വീഡിയോ ആയിട്ട് കിട്ടിയുള്ളൂ. കൂടുതൽ ജർമ്മൻ നാട്ടുകാഴ്ചകളുമായി വീണ്ടും അടുത്ത വീഡിയോസുമായി ഞാൻ വരും. അപ്പോൾ എല്ലാവരും കാണുമ്പോൾ കണ്ടു തുടങ്ങുമ്പോഴേ ഇഷ്ടം തോന്നിയാൽ ഫുള്ളായിട്ട് കാണുക. ഫുള്ളായിട്ട് കാണുമ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടാൽ നല്ലതാണ്. എനിക്ക് വീണ്ടും വീഡിയോസ് ഇടാനായിട്ട് പ്രചോദനമാവും. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒന്നും ചെയ്യേണ്ട വിട്ടേക്ക്. ഓക്കെ.